ബി.ജെ.പിയുടെ പ്രവർത്തകനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനപക്ഷം പ്രവർത്തകർക്ക് ബി.ജെ.പിയിലേക്കുള്ള ആ പ്രവേശനത്തോടുകൂടി ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. കഴിഞ്ഞ മാസം 31 ഡൽഹി വെച്ച് ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് നദ്ദാജിയിൽ നിന്നും ഞാൻ മെമ്പർഷിപ്പ് മേടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു ബി.ജെ.പിയുടെ പ്രവർത്തകനാണ്. പക്ഷേ ഇവിടെ എന്നോടൊപ്പം ഉള്ള ഒരാൾ E.K. ഹസൻകുട്ടി, കേരള ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് അദ്ദേഹം. ഔദ്യോഗികമായി കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പി ലയിക്കുക എന്നാണ് തീരുമാനം. ആ തീരുമാനം പ്രാവർത്തികമാകുന്നത് ഈ മാസം 13 തിരുവനന്തപുരത്ത് വെച്ചാണ്. അത് പറയാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ വിളിച്ച കാരണം. അപ്പോൾ 13 ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം പാർട്ടി പൂർണ്ണമായി ബി.ജെ.പി ലയിക്കുന്നതാണ്. അന്ന് ജനപക്ഷം പാർട്ടിയുടെ 112 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, 112 പേരാണ് കമ്മിറ്റി അംഗങ്ങൾ, 112 സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും തിരുവനന്തപുരത്ത് വെച്ച് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിലുണ്ടാവില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. അടുത്ത 13 മുതൽ കേരളത്തിൽ 100% ആത്മാർത്ഥതയുള്ള ബി.ജെ.പിയുടെ പ്രവർത്തകരായി ജനപക്ഷം സെക്യുലർ പാർട്ടിയുടെ ആളുകൾ മുഴുവൻ മാറും എന്ന സന്തോഷകരമായ കാര്യം കൂടി അറിയിക്കുകയാണ്. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ കണ്ടത്. അത് തന്നെയല്ല, കോട്ടയമാണ് എൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ എല്ലാം എന്ന് പറയുന്നത് കോട്ടയം പ്രസ് ക്ലബ്ബാണ്. ആ കോട്ടയം പ്രസ് ക്ലബ്ബിലെ നല്ലവരായി നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇന്നലെ നമ്മുടെ അടൂർ നടന്ന കെ. സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ, ആ ജാഥയിൽ ഞാൻ പങ്കെടുത്തിരുന്നു, യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇനി 9 കോട്ടയത്തുണ്ട്, ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 13 തിരുവനന്തപുരത്തുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. 27 ആണ് പാലക്കാട്ട് വെച്ച് സമാപനം, ആ സമ്മേളനത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അത് മുഴുവൻ സമയ ബി.ജെ.പിയുടെ പ്രവർത്തകനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളും. എനിക്കൊരു മനസ്സമാധാന സന്തോഷം. ഒരാൾ പോലും ഈ നിമിഷം വരെ നമ്മുടെ പ്രവർത്തകരിൽ ഒരാൾ പോലും ഇതിനെതിരായി അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ സ്വീകരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാനീ വരുന്ന വഴിക്ക് പണ്ട് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്ന K.O. രാജൻ വിളിച്ചു. ഇപ്പോൾ നിർജ്ജീവമായിട്ട് രാഷ്ട്രീയമില്ലാതെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ ബി.ജെ.പി പ്രവർത്തകനായി കൂട്ടത്തിലുണ്ടാവുന്നു. അത് അത്രമാത്രം ഒരു സുരക്ഷിതത്വ ബോധം ജനപക്ഷം പ്രവർത്തകർക്ക് ബി.ജെ.പിയിലേക്കുള്ള ആ പ്രവേശനത്തോടുകൂടി ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ സന്തോഷകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു, സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു, ഭയരഹിതമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. ഈ കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അറിയിക്കുകയാണ്.